വിവേകിന്റെ വിളിച്ചു വരുത്തിയിട്ട് ഈ കാറിനെയും ബൈക്കിനെയൊക്കെ പറ്റി ചോദിക്കാതെ വിട്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഭയങ്കര വിഷമാവും. കാരണം എല്ലാവരും പ്രതീക്ഷിക്കും അത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് ഒരു പജീറോയിൽ കയറുന്നത്, ആദ്യമായി ഒരു സ്കോഡ ഒക്ടേവിയയിൽ കയറുന്നത്, അല്ല അതൊക്കെ നിന്റെ കൂടെയാണ്. ഞാൻ വേറെ കയറിയിട്ടില്ലെന്നല്ല, BMW ഓഡിയോയിൽ കയറിയിട്ടുണ്ട്. പക്ഷെ പജീറോ എന്ന് പറഞ്ഞ സ്പെസിഫിക് മിത്സുബിഷി പജീറോയിൽ കയറുന്നത് നിന്റെ കൂടെ സീരിയസ് ആയിട്ട്. പിന്നെ മറ്റേ ഈ ആദ്യമൊക്കെ അവാർഡ് നൈറ്റിന് നമ്മൾ പോകുമ്പോൾ പജീറോയിലല്ലേ വയ്ക്കൊണ്ടിരുന്ന ഫസ്റ്റ് കാലത്ത്. പിന്നെ അത് നമുക്ക് കൗതുകമാണ്. നമ്മൾ ഈ മറ്റേ രാവണപ്രഭുവിലൊക്കെ കണ്ടിട്ടുള്ള പജീറോ അതൊക്കെ അങ്ങനത്തെ വണ്ടികളല്ലേ, അതൊന്നും ആർക്കും അങ്ങനെ ഉള്ള വണ്ടികളല്ലേ. എനിക്ക് കാറും ബൈക്കും ഒക്കെ ഇച്ചിരി ക്രൈസ് ആണ്. പിന്നെ സ്കോഡ ഒക്ടേവിയ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സ്കോഡ ഒക്ടേവിയ കംഫോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൂട്ടി വിളിച്ചോണ്ടോ വിവേക്, മറ്റേ കൊച്ചിയിൽ നിന്നൊക്കെ ഇവിടെ വരാൻ വേണ്ടി. ഞാൻ ആദ്യം കയറിയിരുന്ന് 10 മിനിറ്റിന് കഴിയുന്ന ഉറങ്ങി. പിന്നെ ഇവന്റെ ഓട്ടിപ്പ് കാരണം മറ്റേ ചേർത്തല അവിടെ എവിടെയെങ്കിലൊക്കെ കൊണ്ട് സിഗ്നലിലൊക്കെ പോയി ഒറ്റയടിക്ക് ബ്രേക്ക് ഇടുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഉണരുന്നത്. കൂട്ടി വിളിച്ചെങ്കിൽ ഇവൻ കഥയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും ഞാൻ നൈസായിട്ട് കിടന്നത്. അപ്പോഴാണ് ആ വണ്ടിയുടെ കംഫോർട്ട് മനസ്സിലാവണം. ഡ്രൈവിംഗ് സീറ്റിന്റെ തൊട്ടിപ്പുറത്ത് ഇരിക്കുമ്പോഴേ ആ സീറ്റും കംഫോർട്ടും ഒരു സാധനം നമ്മൾ അറിയൂല. ഇപ്പൊ അതാ ഫോർച്യൂണറിൽ എത്തി നിപ്പുണ്ട്, ഫൈനലി ഫോർച്യൂണറിൽ എത്തി നിപ്പുണ്ട്. എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയായിരുന്നു പജീറോ. അത് ഞാൻ ഒത്തിരി വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന വണ്ടിയായിരുന്നു. അത് മേടിച്ചു. അതിനുശേഷം അതിൽ ചെറിയ എഞ്ചിൻ കംപ്ലൈൻറ്റ് വന്നപ്പോഴത്തേക്കും ഞാൻ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് അത് ശരിയാക്കി എടുക്കാൻ സമയമെടുക്കും. മാത്രമല്ല എൻ്റെ പാർട്സ് ഒക്കെ കിട്ടാൻ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്ത്യയിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വണ്ടി വിറ്റു. അതിനുശേഷം ഞാൻ പുതിയ വണ്ടി എടുത്തു, സ്കോഡ ഒക്ടാവിയ.